സന്തോഷിക്കുവാനായി പ്രഭാതം മുതൽ രാത്രി വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും മുഖ്യമായ ലക്ഷ്യം സന്തോഷമായിരിക്കണം എന്നത് തന്നെയാണ്. എന്നാൽ ഈ സന്തോഷം എന്നത് എന്താണ്? സന്തോഷമെന്നത് ഒരു ചിന്താഗതിയാണ്. അപ്പോൾ സങ്കടമോ? അതും ഒരു ചിന്താഗതി തന്നെ. ഇപ്പോൾ പെട്ടെന്ന് മേഘങ്ങൾ ഇരുണ്ടുകൂടുകയും മഴ പെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ചിലർ അത് കണ്ട് സന്തോഷത്താൽ പുളകിതമാകും. എന്നാൽ ചിലർ മഴയുടെ അപ്രതീക്ഷിത ആഗമനത്തിൽ സങ്കടപ്പെടുകയും ചെയ്യും. ഇത്തരം വ്യത്യസ്ത പ്രതികരണങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും അവരവരുടേതായ കാരണങ്ങളും ഉണ്ടാകും. എന്നാൽ മഴ സന്തോഷത്തെയോ സങ്കടത്തെയോ കൊണ്ടുവന്നിട്ടില്ല. കേവലം ജലത്തെ മാത്രമാണ് കൊണ്ടുവന്നത്. മഴയോടുള്ള നമ്മുടെ മനസ്സിന്റെ പ്രതികരണത്തിൽ നിന്നാണ് സന്തോഷമോ സങ്കടമോ ഉണ്ടാകുന്നത്. നിങ്ങൾ സന്തോഷത്തോടെയിരിക്കുവാൻ തീരുമാനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ അപഹരിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല. അതുപോലെ നിങ്ങൾ സങ്കടപ്പെടുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയുമില്ല. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം. നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായി ആരെങ്കിലും പരിശ്രമിച്ചാൽ പോലും അതിലും എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്തി താങ്കൾ വിഷമത്തെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ മനസ്സിലാക്കൂ, നമ്മുടെ സന്തോഷത്തിന് ബാഹ്യലോകത്തിലെ കാര്യങ്ങളോടുള്ളതിനേക്കാൾ ബന്ധം നമ്മുടെ മനോഭാവത്തിനോടൊപ്പമാണുള്ളത്. ചിന്തിച്ചു നോക്കൂ.